സത്യനാരായണ പൂജ. ഈ പേര് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവുമല്ലേ? ചിലപ്പോ വീട്ടിലോ ബന്ധുക്കളുടെ അടുത്തൊക്കെ ഈ പൂജയിൽ പങ്കെടുത്തിട്ടുമുണ്ടാവാം. പക്ഷെ എന്താണ് സത്യത്തിൽ ഈ പൂജ? ഇതിന്റെ പിന്നിലുള്ള അർത്ഥമെന്താണ്? നമുക്കതിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. ഇതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ സ്വതവേ ഒരു ഹിന്ദുവായി സ്വയം കരുതി. എന്നിരുന്നാലും ഇത് പരസ്യമായി പ്രകടിപ്പിക്കാൻ എനിക്കൊരിക്കലും സാധിച്ചില്ല. ഇത് വായിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയിലെ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലേ? സ്വന്തം സംസ്കാരത്തോട് ഒരിഷ്ടമുണ്ട്, പക്ഷെ അത് പുറത്തു പ്രകടിപ്പിക്കാൻ ഒരു മടി, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല എന്നൊരു തോന്നൽ. അതേ അവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് ഈ വാക്കുകൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ആചാരങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ ഈ മോഡേൺ ലോകത്ത് നമുക്കോരോരുത്തർക്കും പ്രസക്തമാകുന്നത്? എങ്ങനെയാണ് അത് ഓരോ തലമുറയിലും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുന്നത്? ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ഈ അന്വേഷണം ശരിക്കും തുടങ്ങുന്നത് എവിടെയാണെന്നറിയോ? സ്വന്തം വേരുകൾ തേടിയുള്ള ഒരു യാത്രയിലാണ്. അതെ, ശരിക്കും പറഞ്ഞാല് നമ്മളിൽ പലർക്കും ഈയൊരു കണക്ഷൻ തിരിച്ചു കിട്ടുന്നത് എവിടെന്നാന്നറിയോ? നമ്മുടെയൊക്കെ വീടുകളില് തലമുറകളായി കൈമാറി വരുന്ന ചെറിയ ചെറിയ ആചാരങ്ങളിൽ നിന്നാണ്. നമ്മൾ പോലും അറിയാതെ അത് നമ്മുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായി മാറും. ഈ വേരുകൾ തേടിയുള്ള യാത്രയാണ് നമ്മളെ പൂജ എന്ന ആശയത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണത്, അല്ലേ? പക്ഷെ എന്താണ് ശരിക്കും ഈ പൂജ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ദൈവത്തോട് കണക്ട് ചെയ്യാനുള്ള ഒരു വഴിയാണ് പൂജ. പ്രാർത്ഥനകൾ, നമ്മൾ അർപ്പിക്കുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ, പിന്നെ ചില പ്രത്യേക ആചാരങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒന്നാണിത്. ഒരുതരം ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളൊരു പൂജ നടക്കുന്ന സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒറ്റനോട്ടത്തിൽ കുറെ സാധനങ്ങൾ ഭംഗിയായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു എന്നേ തോന്നൂ. പക്ഷെ സത്യമതല്ല. അവിടെ വെച്ചിരിക്കുന്ന ഓരോ സാധനത്തിനും അതിൻ്റേതായ ഒരു അർത്ഥമുണ്ട്, ഒരു സിംബോളിസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറിയ പ്രപഞ്ചം തന്നെയാണ് അവിടെ ഒരുക്കുന്നത്. ഉദാഹരണത്തിന് അവിടെ വെക്കുന്ന ആ കുടമില്ലേ, ഘടം എന്ന് പറയും. അത് നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനമായ 5 ഘടകങ്ങളെയാണ്, പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ ആ കത്തിച്ചു വെക്കുന്ന വിളക്ക്, അത് വെറുമൊരു വെളിച്ചമല്ല, അത് പോസിറ്റീവ് എനർജിയുടെ, അറിവിന്റെയൊക്കെ പ്രതീകമാണ്. ഇങ്ങനെ ഓരോന്നിനും പിന്നിലും ഒരു വലിയ അർത്ഥമുണ്ട്. ഓക്കെ, അപ്പൊ പൂജ എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് സത്യനാരായണ പൂജയിലേക്ക് വരാം. ഈ പൂജ സമർപ്പിക്കുന്നത് സത്യനാരായണ ഭഗവാനാണ്. സത്യനാരായണൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ജീവന്റെ പരിപാലകനായ മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമാണ്. സത്യത്തിന്റെ മൂർത്തിഭാവമായ നാരായണൻ, അതാണ് സത്യനാരായണൻ. അതെ, അപ്പോ ഈ പൂജയുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. ഈ ഭൂമിയിൽ നമ്മുടെയൊക്കെ നിലനിൽപ്പ് നോക്കി നടത്തുന്നത് വിഷ്ണു ആണെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ ഈ പൂജയ്ക്ക് അത്രയേറെ പ്രാധാന്യവും കൊടുക്കുന്നു. അപ്പോ എന്തിനാണ് ആളുകൾ ഈ പൂജ നടത്തുന്നത്? സാധാരണയായി 2 കാരണങ്ങൾക്കാണ്. ഒന്ന്, ഒരാഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു വ്രതമായിട്ട്, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നതിനുശേഷം ഒരു നന്ദി സൂചകമായിട്ട്. ആരോഗ്യം, വിജയം, കുടുംബത്തിലെ നല്ല കാര്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയാണ് ഇത് നടത്താറ്. ഇനി നമുക്ക് ഈ പൂജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിന്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാവുന്ന ഒന്നിലേക്ക് കടക്കാം. അതാണ് ഇതിലെ കഥകൾ അഥവാ കഥ. ഈ പൂജയുടെ ഒരു പ്രധാന ഭാഗം 5 കഥകൾ കേൾക്കുക എന്നതാണ്. ഇവ വെറും സാധാരണ കഥകളല്ല കേട്ടോ. ഓരോ കഥയിലും നമുക്ക് പഠിക്കാൻ ഒരു പാഠമുണ്ട്. സത്യസന്ധത, ഭക്തി, കൊടുത്ത വാക്ക് പാലിക്കുന്നതിന്റെ പ്രാധാന്യം, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ വളരെ ലളിതമായ കഥകളിലൂടെയാണ് പറഞ്ഞു തരുന്നത്. അതിലെ ഒരു കഥ പറയാം. ഒരു പാവപ്പെട്ട വിറകുവെട്ടാക്കാരന്റെ കഥയാണ്. അദ്ദേഹം ഒരു ധനികൻ ഭക്തിയോടെ ഈ പൂജ ചെയ്യുന്നത് കണ്ടു. അപ്പോ അദ്ദേഹത്തിന് ഒരാഗ്രഹം. അന്ന് വിറക് വിറ്റുകിട്ടുന്ന പണം എത്ര കുറവാണെങ്കിലും അതുകൊണ്ട് താനും ഈ പൂജ നടത്തുമെന്ന് മനസ്സിലുറപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്നയാൾക്ക് പതിവുള്ളതിന്റെ 4 ഇരട്ടി പണം കിട്ടി. ആ പണം മുഴുവൻ ഉപയോഗിച്ച് അദ്ദേഹവും കുടുംബവും ഭക്തിയോടെ പൂജ നടത്തി. വിശ്വാസത്തിന്റെ ഫലമായി പിന്നീട് അദ്ദേഹം വലിയൊരു ധനികനായി സുഖമായി ജീവിച്ചു എന്നാണ് കഥ. കണ്ടില്ലേ ഭക്തിയുടെ ശക്തി? കഥകൾ മാത്രമല്ല, ഈ പൂജയുടെ മറ്റൊരു പ്രധാന ഭാഗമാണ് നവഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. എന്നാണീ നവഗ്രഹങ്ങൾ? ഹൈന്ദവ ജ്യോതിഷമനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള 9 ഗ്രഹങ്ങളെയാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ സൂര്യനും ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും മാത്രമല്ല, രാഹുവും കേതുവും ഉൾപ്പെടും. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാഹുവും കേതുവും ശരിക്കും പ്ലാനറ്റ്സ് അല്ല.
ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന വഴി, ഭൂമി സൂര്യനെ ചുറ്റുന്ന വഴിയെ മുറിച്ചു കടക്കുന്ന 2 പോയിന്റുകളാണ് സത്യത്തിൽ രാഹുവും കേതുവും. ഒരു സയന്റിഫിക്കായ കാര്യത്തെ എത്ര മനോഹരമായാണ് വിശ്വാസത്തോട് ചേർത്തു വച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ഈ പുരാതനമായ ആചാരങ്ങൾക്ക് ഇന്നത്തെ ഈ തിരക്കുപിടിച്ച ലോകത്ത് ശരിക്കും എന്ത് സ്ഥാനമാണുള്ളത്? നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ കേട്ട ആ വാക്കുകൾ ഓർമ്മയുണ്ടോ? അതേ വ്യക്തിയുടെ തന്നെ പിന്നീടുള്ള ചിന്തകളാണിത്. തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു അകൽച്ച, ആ ഒരു മടി, അതെല്ലാം മാറി ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും മനസ്സിലാക്കാനുമുള്ളൊരു ആകാംക്ഷയിലേക്ക് ആ വ്യക്തി മാറുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയാണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വെറുതെ കണ്ടും കേട്ടും ശീലിച്ച ഒരാചാരത്തെ ഇതെന്താണ്, ഇതെന്തിനാണ് എന്നൊക്കെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ പഴയ ആചാരങ്ങൾക്ക് ഓരോ പുതിയ തലമുറയിലും വീണ്ടും ജീവൻ വെക്കുന്നത്. പാരമ്പര്യത്തെ നമ്മൾ വീണ്ടെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി തരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നിങ്ങളുടെ വേരുകളുമായി, നിങ്ങളുടെ ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും പാരമ്പര്യങ്ങളുണ്ടോ? അതൊന്ന് ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും.